ഹായ് നമസ്കാരം. നമ്മളെ പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനും ഇത് ഓപ്പൺ ചെയ്ത് ശരിക്കും നോക്കിയിട്ടില്ല കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ്, ന്യൂട്രിപ്രോ ബുള്ളറ്റ് ജ്യൂസർ മിക്സർ. ഇതിന് വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം വരുന്ന സമയത്തെ ഇപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണാല്ലേ, സ്മൂത്തി നട്ട്സ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഒരു ഹെൽത്തിന് നല്ലതാണ്. ബിസ്ക്കറ്റും ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിക്കൽ കുറയും. ഞങ്ങൾ സാധാരണ വാങ്ങാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. കുറച്ച് കളർഫുള്ളാണ്, ഹെൽത്തിയാണ്. അപ്പോൾ വൈഫാണ് പറഞ്ഞത് ഈ പ്രൊഡക്റ്റ് നല്ല, ഞാൻ വിചാരിച്ച് മിക്സിയിൽ അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഉണ്ട്, നോക്കി നോക്കാം കേട്ടോ. ഇതൊരു ജാറ് ബ്ലെൻഡറാണ് വിത്ത് ബ്ലേഡ്. ഇതൊരെണ്ണം എത്ര ML എന്ന് എഴുതിയെന്ന് തോന്നണം. ഇതില് 300 ml വരെ 300 ml വരെ ഉപയോഗിക്കാവുന്നത്. അടുത്തതൊരു ജാറ് വരുന്നത് 1/2 ലിറ്റർ 500 ml കേട്ടോ. 500 ml. പിന്നെ എത്ര ഉണ്ട് ഇതില്? അത് എൻ്റെ ക്യാപ്പാണ്. വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഷെയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. എങ്ങനെയത് ഓപ്പൺ ചെയ്യുക? അതെങ്ങനെയല്ലേ തുറന്നു വരുന്നില്ലല്ലോ. ഓക്കെ. ക്യാപ്പ്. പിന്നെ അടുത്തൊരു ജാറ്. ഇത് 500 ml ആണ് കേട്ടോ. ഇത് വേറെ ബ്ലേഡ് കേട്ടോ. എന്തിനൊക്കെയാ ബ്ലേഡ് എന്നുള്ളത് നോക്കി ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത് അടച്ചു വെക്കാനുള്ള ഒരു ക്യാപ്പ്, അടച്ചു വെക്കാനുള്ളത് കേട്ടോ. ടൈറ്റ് ചെയ്ത് വെക്കാനുള്ളത്, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാനുള്ളത്. നമുക്കിത് ഷെയ്ക്കൊക്കെ കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വേണി അടച്ചു വെക്കാനുള്ള രീതിയിൽ. വേറെ പാത്രത്തിലേക്ക് മാറ്റണ്ട, അതാണ് കാര്യം. ഇനി ഇതാണ് എൻ്റെ മോട്ടർ വരുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്, വളരെ ഇതായിട്ടുള്ളത്. ഇത് വരുന്നത് 24 months ആണ് ടോട്ടൽ വാറണ്ടി. ന്യൂട്രിപ്രോ എന്നാണ് പേര് കേട്ടോ. അല്ല, എക്സ്റ്റൻഡ് വാറണ്ടി ഇതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. 12 മാസം നോർമൽ വാറണ്ടി, എക്സ്റ്റൻഡ് വാറണ്ടി ഇതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ പ്ലസ് ഒരു എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടും. അത് അടക്കമാണ് 24 months. പിന്നെ അതിൻ്റെ ഒപ്പം ചെറിയ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ഫൈനലി ചോപ്പ് ബീട്രൂട്ട്, ക്യാരറ്റ് ആൻഡ് പീനട്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടാണ്. അതിൽ മീറ്റ് ചിക്കനും അടിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രൈൻഡ് ജിങ്കറി ആൻഡ് സ്റ്റിക്കി, വളരെ ഇതായിട്ടുള്ള സംഭവം ചെയ്യാത്, ഭയങ്കര കട്ടിയുള്ള സാധനങ്ങൾ. ഇനി ഇതിലുള്ള വരുന്നത് എന്താ, ഇത് വാറണ്ടി കാർഡാണ്. ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ചെറിയൊരു സ്മൂത്തി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ, നട്ട്സ്, ബദാം, പിന്നെ ഈന്തപ്പഴം, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക്. ഇന്ന് എടുത്തിരിക്കുന്നതേ, ഞാൻ പറഞ്ഞില്ലേ, സ്മൂത്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ വീഡിയോയിൽ കൂടെ കണ്ട് പരിചയമുള്ളൂ. ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ്: പഴം, നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്ന് പറയും, ഈന്തപ്പഴം, കുറച്ച് ആപ്പിള്, കശുവണ്ടി നട്ട്സ്, പിന്നെ ഉണക്കമുന്തിരി. ഇത്ര കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. പാല് നമ്മൾ ഒറിജിനൽ പശുമ്പാല് തന്നെയാണ് കേട്ടോ, പാക്കറ്റ് പാലല്ല. പശുമ്പാല് തിളപ്പിച്ച് അറിയതിന് ശേഷമുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടതാണ്, ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ജാറിലേക്ക് ഏത്തപ്പഴം ഇടാം. ഏത്തപ്പഴം ഇട്ടു, കിട്ടുന്നില്ല. ഇനി കുറച്ച് ആപ്പിള്, ഈന്തപ്പഴം. നമ്മളിതിൻ്റെ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് ഒരു ഉദ്ദേശം വെച്ച് എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെതായ ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. ഉണക്കമുന്തിരി, നട്ട്സും. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ജാറ് അടയ്ക്കാം. അടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വയ്ക്കാം കേട്ടോ. ഇതിൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാറ് വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മോട്ടോർ വർക്ക് ആവുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്.
കാരണം നമ്മളിപ്പോ ഇത് ഓണാണ്, ഇതിൽ ഓണാക്കി കഴിഞ്ഞാലും ഇത് ഓണാവില്ല. അതെ, ഇതിൽ പാലൊഴിക്കാൻ വിട്ടുപോയി. കുറച്ച് പാലൊഴിക്കട്ടെ. നമുക്കിത് എടുത്തതിലേക്ക് ഒഴിച്ചു നോക്കാം, എന്താവുന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഇതില് എല്ലാം നല്ല സാധനങ്ങളേ ഉള്ളൂ. ടേസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കഴിച്ചന്നെ നോക്കണം. ഇങ്ങനെയല്ല ഇരിക്കുക സ്മൂത്തി. ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം കുറച്ച് നട്ട്സിന്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഇട്ടുണ്ട്. ഇനി ഇത് ആദ്യമായി കഴിച്ചു നോക്കുന്നത് ഞാൻ തന്നെയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടാ. ആദ്യമായിട്ട് ഞാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. അടുക്കളയിൽ കുറച്ച് വെളിച്ചക്കുറവുണ്ട്, മൊബൈൽ എടുക്കണോണ്ടേ. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചു നോക്കാം. ഇത് നമുക്കിത് എന്തായാലും തണുപ്പിക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല. തണുത്ത് സാധാരണ കൊടുക്കാറില്ല, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാൻ എന്താണെങ്കിലും ഒരു സ്പൂണ് ഒന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കണ്ട. കൊള്ളാം. പിന്നെ ഇതില് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മള് മധുരം വേറെ എക്സ്ട്രാ ചേർത്തിട്ടില്ല. തേൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, ഹണി എന്നോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. പക്ഷെ ഇതിൽ ഈന്തപ്പഴം ഇതൊക്കെ പഴമൊക്കെ ഉള്ളതുകൊണ്ട് മധുരമുണ്ട്. ഇനി ഇത് കുട്ടികൾക്ക് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്, അവര് കഴിക്കട്ടെ. എനിക്ക് ഇഷ്ടമായി. ഇതിൽ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്തായി തന്നെ. വേറെ ഒന്നുമില്ല, ഷെയ്ക്ക് പോലെ തന്നെയാണ് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ഷാർജ ഷെയ്ക്ക് അടിച്ച് ഫീൽ തന്നെയാണ് ഇതിൽ ഓൾറെഡി ടേസ്റ്റ് കിട്ടുന്നത്. ഷാർജയിൽ പിന്നെ ഇത്തിരി ബൂസ്റ്റ് ഉണ്ടാവുമെന്ന് പറയാം, നമ്മൾ അതൊന്നും ഇട്ടിട്ടില്ല. ഫുള്ള് ഹെൽത്തി സാധനങ്ങൾ മാത്രം. എന്തായാലും ഇത് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കുട്ടികൾക്ക് ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഈവനിങ്, അതായത് ബേക്കറി ഐറ്റംസ് ഉദ്ദേശിക്കണം കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞങ്ങൾ സാധാരണ വരുന്ന സമയത്ത് അവില് വിളയിച്ചത് അങ്ങനെ അവില് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പഴമൊക്കെ മോൾക്ക് പഴമൊക്കെ കഴിക്കുന്ന നേന്ത്രപ്പഴം പ്രത്യേകിച്ച് കഴിക്കാനായിട്ട് ഇത്തിരി ആളുകൾ ബുദ്ധിമുട്ടാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. മൊത്തത്തിൽ ഷേക്ക് പരുവാകുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള തോന്നൽ വന്നിട്ട് പഴം മാത്രം കൊടുക്കുമ്പോഴാണ് അവർ കഴിക്കാത്തത്. അപ്പോൾ ഇത് ശരീരത്തിന് നല്ലതാണ്, വിശപ്പ് മാറും, അതിനൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കാം. അപ്പോൾ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മേടിച്ചത് റേറ്റ് 1650 രൂപയാണ്, 2 കൊല്ലം വാറണ്ടി. അതിന് താഴെയുള്ളതുണ്ട്, മുകളിൽ റേറ്റ് ഉള്ളതും ഉണ്ട്. അപ്പം ഞാനൊരു മീഡിയം നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് മേടിക്കാൻ താല്പര്യം മേടിച്ച് നോക്കിക്കോളൂ. എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്, കാരണം ഇങ്ങനത്തെ ഐറ്റംസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത നമുക്കൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.